ഓം ശാന്തി. ഞാൻ ദിവ്യനേത്രത്തിലൂടെ എൻ്റെ ബിന്ദു സ്വരൂപത്തെ കാണുന്നു. ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങുന്നു. ഞാൻ ഒരു ചൈതന്യ ജ്യോതിബിന്ദു സ്വരൂപ ആത്മാവാണ്. ഞാൻ ജ്ഞാനസ്വരൂപ പ്രകാശസ്വരൂപാത്മാവാണ്. പരമാത്മാ ശിവബാബ ജ്ഞാനസൂര്യനാണ്. സൃഷ്ടിയിൽ അവതരിച്ച് ദിവ്യജ്ഞാനം, സത്യഗീതാജ്ഞാനം നൽകി അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു. ഈ ശരീരത്തിൽ ഞാനൊരു തിളങ്ങുന്ന പ്രകാശമയ ബിന്ദുവാകുന്നു. ഞാൻ ആത്മാ ജ്ഞാനസൂര്യൻ്റെ സന്മുഖത്തിലിരിക്കുകയാണ്. ജ്ഞാനസൂര്യ ബാബയുടെ ശക്തിശാലി കിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പരമാത്മാ ദിവ്യജ്ഞാനത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അന്യാത്മാക്കളെയും ജ്ഞാനപ്രകാശത്താൽ ഉണർത്തണം. അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കണം. അലയുന്ന ആത്മാക്കൾക്ക് ശരിയായ വഴി കാട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ സ്വയം നിരാകാരി ലോകത്തിൽ പരമധാമത്തിലിരിക്കുന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ സമ്പൂർണ്ണ അവസ്ഥയിൽ പരമധാമത്തിലാണ്. ഇവിടെ സുപ്രീം ജ്യോതിബിന്ദു ശിവബാബയുടെ സമീപമിരിക്കുന്നു. ഞാൻ പരമശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. മുക്തി ജീവൻ മുക്തിദാത ശിവബാബ ഇപ്പോൾ എന്നെ മുക്തിധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് അയക്കുന്നു. ഞാൻ ആത്മാ സൃഷ്ടിരൂപീ രംഗമഞ്ചത്തിൽ സാകാര ലോകത്തിലേക്ക് വരുന്നു. ഞാൻ സമ്പൂർണ്ണ പവിത്ര സദോപ്രധാന ആത്മാ സദോപ്രധാന ശരീരത്തിൽ പാർട്ടഭിനയിക്കാൻ അവതരിക്കുന്നു. ഞാൻ ഗോൾഡൻ ഏജ് സത്യയുഗത്തിലാണ്. ഇത് സൃഷ്ടിയുടെ സ്വർഗമാണ്. പവിത്രതയുടെയും ശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും സാമ്രാജ്യമാണ്. ഞാൻ സൂര്യവംശിയാണ്. ഞാൻ ദൈവിക പരിവാരത്തിൽ വളരെയധികം സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിൽ 8 ജന്മങ്ങൾക്ക് ശേഷം ഞാൻ ആത്മാവിൻ്റെ ശക്തി കുറയുന്നു. എന്നാലും ഞാൻ സുഖിയാണ്, ശാന്തമാണ്. ജീവിതം സുഖസമ്പന്നമാണ്. കാലചക്രം തിരിഞ്ഞപ്പോൾ 12 ജന്മങ്ങൾക്ക് ശേഷം ഭക്തിയുടെ ആരംഭമുണ്ടാകുന്നു. 21 ജന്മങ്ങൾ ദ്വാപരയുഗത്തിൽ കഴിയുന്നു. 5 വികാരങ്ങളുടെ പ്രഭാവത്തിൽ ദുഃഖവും വേദനയും രോഗവും ശോകവും പിന്നീട് വർദ്ധിക്കുന്നു. വിശ്വത്തിലെ ആത്മാക്കൾ പിതാ പരമാത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു.
മന്ത്രജപങ്ങൾ ഉരുവിടുന്നു. പരമാത്മാവിൻ്റെ യഥാർത്ഥ പരിചയമില്ലാത്തത് കാരണം സംശയത്തിൽ വരുന്നു. യുദ്ധവും കലഹങ്ങളും ഉണ്ടാകുന്നു. കലിയുഗമായപ്പോൾ ദുഃഖവും അശാന്തിയും ചരമസീമയിലെത്തുന്നു. ഈ സമയത്ത് ബാബ അവതരിച്ച് പതിത പഴയ ലോകത്തെ പാവന പുതിയ ലോകമാക്കുന്നു. പരമധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തീവ്ര ഇച്ഛയുണ്ടാക്കുന്നു. അതിനാൽ പരമാത്മാവിനെ ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ നിരാകാരി ജ്യോതിബിന്ദു പരമാത്മാ സൃഷ്ടിയിൽ അവതരിച്ച് കല്യാണകാരി സംഗമയുഗം ആരംഭിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ സുഖധാമം സ്വർഗത്തിൻ്റെ വഴി കാട്ടിത്തരാൻ. ജ്ഞാനം കേൾപ്പിച്ച് സർവ ബ്രാഹ്മണാത്മാക്കൾക്കും മന്മനാഭവ മന്ത്രം നൽകി പരമാത്മശക്തിയും പ്രാപ്തി ചെയ്ത് കർമ്മേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. ഇതെൻ്റെ അമൂല്യ ജന്മമാണെന്ന് മനസ്സിലാക്കി തരുന്നു. എൻ്റെ 84 ജന്മങ്ങളുടെ ചക്രം സമാപ്തമാകുകയാണ്. മഹാവിനാശത്തിന് ശേഷം വീണ്ടും സ്വർഗത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നു. ഞാൻ ഭാഗ്യശാലിയാണ്. പരമാത്മാവിനെ ഞാൻ പിതാവിൻ്റെ രൂപത്തിൽ പ്രാപിച്ചു. ആത്മസ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്തു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ലഭിച്ചു. ശിവബാബ നവനിർമ്മാണത്തിൽ എന്നെ സഹയോഗിയാക്കി. ഈ ചക്രത്തിൻ്റെ ജ്ഞാനം സ്മൃതിയിൽ വെച്ച് ഞാൻ അപാര സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഈ സന്തോഷത്തിൽ എൻ്റെ പഴയ കർമ്മഭോഗത്തിൻ്റെ കണക്കുകൾ ഇല്ലാതാകുന്നു. ജ്ഞാനത്തിൻ്റെ സന്തോഷത്തിൽ ദുഃഖവും വേദനയും മറന്നു പോകുന്നു. ഞാനിപ്പോൾ സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ വന്നിരിക്കുന്നു സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇത് ക്ലേശങ്ങളുടെ ദുഃഖത്തിൻ്റെ ലോകമാണ്. നാളെ സന്തോഷത്തിൻ്റെ ലോകമാകും. ബാബ പറയുന്നു, കർമ്മഭോഗത്തിൻ്റെ കണക്ക് വഴക്കില്ലാതാക്കണം. ബാബയുടെയും സമ്പത്തിൻ്റെയും ഓർമ്മയിൽ ഇതെല്ലാം മഗ്നമാകുന്നു. ഞാനും ഓർമ്മിക്കുന്നു, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു. ബാബ ജ്ഞാനദാതാവാണ്, ദിവ്യനേത്രത്തിൻ്റെ വിധാതാവാണ്. ബാബയുടെ സന്ദേശമാണ്, കുട്ടികളെ ഇപ്പോൾ ശ്രീമതത്തിലൂടെ നടക്കൂ, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയുടെ നിർദ്ദേശമാണ്, ശ്രീമതത്തിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ആരെങ്കിലും അസത്യമായ കാര്യം കേൾപ്പിക്കുകയാണെങ്കിൽ കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നു. ദേവതയായി മാറുന്ന ബ്രാഹ്മണ കുലഭൂഷണരുടെ പേര് മോശമാക്കരുത്. ഒരു തലകീഴായ കർമ്മവും ചെയ്യരുത്. കഴിഞ്ഞുപോയ കർമ്മക്കണക്ക് തീർപ്പാക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ലഹരിയുടെയും ലക്ഷണത്തിൻ്റെയും സ്മൃതിയിലൂടെ സർവ കർമ്മേന്ദ്രിയങ്ങളെയും
ആജ്ഞാനുസരിച്ച് നടത്തിക്കുന്ന കിരീട സിംഹാസനധാരിയാകൂ. പവിത്രതയുടെ കിരീടമുണ്ട്, ഉത്തരവാദിത്വത്തിൻ്റെയും കിരീടമുണ്ട്, അകാല സിംഹാസനവുമുണ്ട്. എന്നാൽ ഹൃദയ സിംഹാസനധാരിയുമാണ്. ഇങ്ങനെ ഡബിൾ കിരീടവും സിംഹാസനധാരിയുമാണെങ്കിൽ ലഹരിയും ലക്ഷണവും തീർച്ചയായും സ്വതവേ കാണപ്പെടും. കിരീടവും സിംഹാസനവുമില്ലെങ്കിൽ അവരുടെ ആജ്ഞ ആരും കേൾക്കില്ല. ദുർബല സങ്കല്പങ്ങൾ തന്നെയാണ് പ്രസന്ന ചിത്തത്തിനു പകരം പ്രശ്നചിത്തമാക്കുന്നത്. ഓം ശാന്തി.